ഒരുപാട് നല്ല നല്ല ക്ലാസിക് അനിമേഷൻ മൂവീസ് തന്നിട്ടുള്ള സ്റ്റുഡിയോ ആണ് പിക്സാർ സ്റ്റുഡിയോസ്. വാളി പോലത്തെ വൺ ഓഫ് മൈ ഫേവറേറ്റ് അനിമേഷൻ മൂവീസ് തന്നിട്ടുള്ള സ്റ്റുഡിയോസ് ആയതുകൊണ്ട് തന്നെ അവരുടെ ലേറ്റസ്റ്റ് മൂവി ആയിട്ടുള്ള ഏലിയോ എന്ന പടം ഒരു ട്രെയിലർ പോലും കാണാതെ തിയേറ്ററിലേക്ക് പോയി കാണുകയുണ്ടായി. 4DXലാണ് ഞാൻ ഈ പടം കണ്ടത്. സോ ലെറ്റ്സ് ജസ്റ്റ് റിവ്യൂ ഏലിയോ. ഏലിയോ എന്ന മൂവിയെ പറ്റി പറയാം, അതൊരു ആവറേജ് ഫിലിമാണ്. അതായത് ഒരു സ്റ്റോറി ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ ഇമോഷണൽ കണക്റ്റ് ഒട്ടും തന്നെ ഇല്ല. അപ്പോൾ ഇതിൽ കുറേ റിലേഷൻഷിപ്സിൻ്റെ കേസ് പറയുന്നുണ്ട്. ഏലിയോ അവരുടെ ഓണ്ടുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് പറയുന്നുണ്ട്, പിന്നെ ഒരു ഫ്രണ്ടിനെ പറ്റിയുള്ള റിലേഷൻഷിപ്പ് പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഒരു ഓർഗാനിക് ഗ്രോത്ത് ആ പടത്തിൽ വരുന്നില്ല. അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു 1.5 മണിക്കൂറാണ് ആകെ ഈ പടത്തിൻ്റെ റൺ ടൈം. ഇപ്പോൾ ഈ ഒരു ഇമോഷൻ കാണിക്കാൻ വേണ്ടി ഇവർ തമ്മിൽ ഒന്നിച്ചുള്ളൊരു സീൻ ഒരു 10 മിനിറ്റ് സ്ക്രീൻ ടൈം ഉണ്ടായാലായി. എന്നാൽ ആ ഒരു സ്ക്രീൻ ടൈം കാരണം അത്രത്തോളം ഇമോഷണൽ കണക്റ്റ് പ്രേക്ഷകന് അല്ലെങ്കിൽ ആസ് എ വ്യൂവർ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്വസ്റ്റ്യനബിൾ ആണ്. അത് എന്തുകൊണ്ടാണ് ഈ ചെറിയ റൺ ടൈമിൽ ഇവർ പടം ഓടിച്ചതെന്നറിയില്ല. മേ ബി പ്രൊഡക്ഷൻ കോസ്റ്റ് കൊണ്ടായിരിക്കാം. വാട്ട് എവർ ബീറ്റ്, അതൊരു പ്രശ്നമായിട്ട് തോന്നി, അതൊരു കല്ലുകടിയായിട്ട് എനിക്ക് തോന്നി. ഇപ്പോൾ പടം കാണുമ്പോൾ ലൈക്ക് പടം കണ്ടു കഴിയും, ഇങ്ങനെ ഒരൊറ്റ ഫ്ലോയിൽ ഇങ്ങനെ കണ്ടു കഴിയും. എന്നാൽ ശരിക്കും അത് കാണേണ്ട ഒരു ആവശ്യം പ്രേക്ഷകനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ടാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു പടം ഇറങ്ങി, ലിലോ ആൻഡ് സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ട്. വെൻ യു കമ്പയർ ദീസ് 2 ഫിലിംസ്, ലിലോ ആൻഡ് സ്റ്റിച്ച് ഫീൽസ് എ ബെറ്റർ പ്രൊഡക്റ്റ്. കാരണം അതിൽ കുറച്ചുകൂടി കോമഡീസൊക്കെ വർക്കായിട്ടുണ്ടായിരുന്നു. ഇതിൽ അങ്ങനെ വർക്കൗട്ട് ആവാൻ മാത്രം കോമഡി ഇല്ല. അങ്ങനെ ലൈക്ക് പ്രത്യേകിച്ച് ഒരു ഇമോഷൻ ഫീൽ ചെയ്യാത്തൊരു പടമായി മാറി ഏലിയോ. അനിമേഷൻ വാസ് ഫൈൻ. ഇപ്പോൾ ഒരു 4DX 3Dയിലാണ് ഞാൻ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലോയിൽ കണ്ടുകൊണ്ടിരുന്നു. പക്ഷേ ശരിക്കും ഒരു ഇസിറ്റ് മസ്റ്റ് വാച്ച് എന്ന് ചോദിച്ചാൽ നോ, ഒരു പാസബിൾ ഫിലിം എന്ന് വെച്ചാൽ മോശം എന്ന് പറയാനില്ല, എന്നാൽ നല്ലതെന്ന് പറയാനുമില്ല. അങ്ങനത്തെ ഒരു പിക്ചർ. ഐ തിങ്ക് ഫ്രം പിക്സാർ സ്റ്റുഡിയോസ് കുറച്ചുകൂടി ബെറ്റർ പ്രൊഡക്റ്റാണ് എക്സ്പെക്ട് ചെയ്തത്. അത് കിട്ടിയില്ല ഈ പടത്തിൽ. അതുകൊണ്ട് തന്നെ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു പടം കഴിഞ്ഞിറങ്ങിയപ്പോൾ. ജസ്റ്റ് ഒരു ഫൺ വാച്ച് എന്നുള്ള ലെവലിൽ കാണാനാണെങ്കിൽ കാണാം. അങ്ങനെ തന്നെ അത്ര പറയാനുള്ളൂ. കാരണം മസ്റ്റ് വാച്ച് ഒന്നും ഒരിക്കലും ഈ പടത്തെ പറയാൻ പറ്റില്ല.